നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അസാധാരണമായ ഒരു അതിജീവനത്തിന്റെ കഥ കേട്ടാണ് ഇന്ന് ലോകം ഉണർന്നത്. അത്ഭുതമെന്നല്ലാതെ ഈ അതിജീവനത്തെ വിശേഷിപ്പിക്കാനും കഴിയില്ല. കൊളംബിയയിലെ ആമസോൺ വനത്തിൽ കാണാതായ കുട്ടികളെ 40 ദിവസത്തിന് ശേഷം ജീവനോടെ കണ്ടെത്തി. നിബിഡ വനത്തിൽ 4 കുട്ടികൾ എങ്ങനെ കഴിഞ്ഞു എന്നതിന്റെ ആകാംക്ഷയിലാണ് ലോകം ഇപ്പോൾ. PR കാർത്തിക് നൽകും ഈ അതിജീവനത്തിന്റെ വിശദാംശങ്ങൾ. കാർത്തിക്, ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു ഈ കുട്ടികൾ എവിടെ എന്നുള്ള കാര്യത്തിൽ. എപ്പോഴാണ് ഈ കുട്ടികൾ ജീവനോടെ ഉണ്ട്, ഈ കുട്ടികൾ അതിജീവിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തിയത്? ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? എൽദോ, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇതുവരെ കേൾവിയില്ലാത്ത ഒരു സംഭവത്തിനാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. 4 കുട്ടികൾ 40 ദിവസം ഏതാണ്ട് എത്തിപ്പെട്ടാൽ പുറം ലോകത്തേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ആമസോൺ വനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുന്നത് മെയ് 1-നാണ്. മെയ് 1-ന് കൊളംബിയയിലെ പ്രാദേശിക ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു കുടുംബം, അമ്മയും 4 കുട്ടികളും ഒരു ബന്ധുവും പൈലറ്റും ഒരു ചെറു വിമാനത്തിൽ അരരാക്കൂരോ എന്ന പട്ടണത്തിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു. ആ പട്ടണത്തിൽ നിന്ന് ചെറു വിമാനത്തിൽ ഇവർ യാത്ര പുറപ്പെട്ട് ഏതാണ്ട് 350 കിലോമീറ്റർ ഉയർന്ന് പറക്കുമ്പോൾ, ആമസോൺ കാടുകൾക്ക് മുകളിലൂടെ പറക്കുമ്പോൾ ഈ വിമാനത്തിന് എഞ്ചിൻ തകരാറുണ്ടാകുന്നു. തുടർന്ന് ഈ വിമാനം ക്രാഷ് ചെയ്യുന്നു. ക്രാഷ് ലാൻഡിംഗ് ഏറെ നേരത്തിന് ശേഷം സ്ഥിരീകരിക്കുന്നു. പക്ഷേ കൊടും വനമായതിനാൽ, ഏതാണ്ട് ആമസോൺ വനത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ഒരുപക്ഷെ പരസ്പരം കാണാൻ കഴിയാത്തത്ര വിധം ഇരുട്ട് നിറഞ്ഞ ഉൾവനങ്ങൾ, നിഗൂഢവും കുപ്രസിദ്ധവുമായ ഒരുപാട് കാര്യങ്ങൾ ആമസോൺ കാടുകളെക്കുറിച്ച് നമ്മൾ കേട്ടുപരിചയിച്ചിട്ടുണ്ട്. അത്തരം ഒരു കാട്ടിനുള്ളിലാണ് ഈ പ്ലെയിൻ ക്രാഷ് ലാൻഡ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചു. ഏതാണ്ട് ആദ്യ ദിവസങ്ങളിലെ തെരച്ചിലുകളിൽ പ്ലെയിൻ വീണ സ്ഥലം കണ്ടെത്തി. ഈ പ്ലെയിൻ വീണ സ്ഥലത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഈ കുടുംബത്തിലെ അമ്മയുടെയും ബന്ധുവിൻ്റെയും പൈലറ്റിൻ്റെയും മൃതദേഹങ്ങൾ, ഇങ്ങനെ 3 മൃതദേഹങ്ങൾ ആദ്യ തെരച്ചിലിൽ തന്നെ കിട്ടിയിരുന്നു. പക്ഷേ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്ന 4 കുട്ടികൾ അവർ എവിടെ എന്ന ചോദ്യം അവശേഷിച്ചു. മൂത്ത കുട്ടിക്ക് 13 വയസ്സ്, രണ്ടാമത്തെ കുട്ടിക്ക് 9 വയസ്സ്, മൂന്നാമത്തെ കുട്ടിക്ക് 4 വയസ്സ്. കാണാതാകുമ്പോൾ ഏറ്റവും ഇളയ കുഞ്ഞിന് 11 മാസം മാത്രമാണ് പ്രായം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ ആമസോൺ ഇത്തരത്തിലുള്ള ഒരു കാടിനുള്ളിൽ ഈ കുട്ടികളെ എങ്ങനെ കണ്ടെത്തും എന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്കാണ് ഇന്ന് ഉത്തരമായിരിക്കുന്നത്. ഏതായാലും കുട്ടികൾ ജീവനോടെ ഉണ്ട് എന്ന സംശയം ബലപ്പെട്ട് തുടങ്ങുന്നത് ആ പ്രാദേശിക ഈ വിമാനം തകർന്നതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നടത്തിയ തെരച്ചിലുമായി ബന്ധപ്പെട്ടാണ്. ആദ്യഘട്ട തെരച്ചിലിൽ തന്നെ കുട്ടികൾ ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് ആപ്പിളിൻ്റെ അടക്കമുള്ള അവശിഷ്ടങ്ങൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ കാൽപ്പാടുകൾ ഒരു ഘട്ടത്തിൽ കണ്ടെത്തി. അതിനുശേഷം നായ്ക്കളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്തി. ഇതിനെല്ലാം ഒടുവിൽ വളരെ നീണ്ട ഒരു അതിശയിപ്പിക്കുന്ന രക്ഷാദൗത്യത്തിനൊടുവിലാണ് ഈ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഈ കുട്ടികളിലേക്കുള്ള വഴി, ഇത്തരത്തിൽ കുട്ടികളെ കണ്ടെത്താനുള്ള വഴി ഈ സൈന്യവും ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരും സ്വീകരിച്ചതും ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം ഇത്തരത്തിൽ പ്ലെയിൻ ക്രാഷ് ചെയ്തതിന് സമീപത്ത് നിന്ന് 3 ബോഡികൾ കിട്ടുന്നു. പക്ഷേ ഈ കുട്ടികൾ എവിടെ എന്നതിന് ഒരു ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. ഈ കുട്ടികളെ എങ്ങനെ കണ്ടെത്തും എന്നത് ഒരു വെല്ലുവിളിയായി ഇവർ ഏറ്റെടുക്കുന്നു. ഓപ്പറേഷൻ ഹോപ്പ് എന്ന പേരിൽ ഒരു രക്ഷാദൗത്യത്തിന് തന്നെ കൊളംബിയൻ സൈന്യം നേതൃത്വം നൽകുന്നു. ഈ രക്ഷാദൗത്യത്തിനൊടുവിലാണ് ഈ കുട്ടികളെ കണ്ടെത്തുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തി, പക്ഷേ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ആമസോൺ കോടുകൾ വളരെ വിശാലമാണ്. നമുക്കറിയാം, മലയാളികൾ കേട്ടുപരിചയം മാത്രമുള്ള ഉഗ്രരൂപികളായ അനാക്കോണ്ടകൾ, വിഷപ്പാമ്പുകൾ, പുള്ളിപ്പുലികൾ, ഇങ്ങനെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു പ്രദേശം. അതോടൊപ്പം തന്നെ ആമസോൺ കാടുകളുടെ മറ്റൊരു വശം ഇത്തരത്തിൽ ലഹരി വിൽപ്പന സംഘങ്ങളുടെ, കൊള്ളസംഘങ്ങളുടെയൊക്കെ വിഹാര കേന്ദ്രമാണ്. അത്തരത്തിലൊരു പ്രദേശത്താണ് ഈ കുട്ടികൾ അകപ്പെട്ടത് എന്നതും ഏറെ ആശങ്ക ഉണർത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ. എങ്കിലും പ്രതീക്ഷ അവസാനിപ്പിച്ചില്ല. ആദ്യഘട്ടം മുതൽ തന്നെ എയ്റോപ്ലെയിനിൽ തെരച്ചിൽ നടത്തി. ഹെലികോപ്റ്ററുകളിൽ വളരെ താഴ്ന്നു പറന്ന്, പ്രത്യേകിച്ച് ഇരുൾവനമാണ്, പ്രകാശം കുറവാണ്, അത്തരത്തിലുള്ളൊരു പ്രദേശത്ത് തെരച്ചിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ പ്രദേശത്ത് പോലും വളരെ താഴ്ന്നു പറന്ന് ഹെലികോപ്റ്ററുകൾ ഭക്ഷണം ഡ്രോപ്പ് ചെയ്തു. ഈ കുട്ടികൾ എവിടെയുണ്ട് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. രണ്ടാം ഘട്ടമായി നായ്ക്കളെ ഉപയോഗിച്ച് പരിശോധന. അത്തരത്തിൽ ഈ പരിശോധനയ്ക്ക് പോയ നായ്ക്കൂട്ടത്തിൽ ഒരു നായ പോലും മാറിപ്പോകുന്ന, ആ നായെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇത്തരത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഈ കുട്ടികളിലേക്ക് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അങ്ങനെ ഭക്ഷണാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. ഏറ്റവും ഒടുവിൽ കരിയിലക്കൂട്ട്
കരിയിലകൾ കൂട്ടിയിട്ട് കുട്ടികൾ കത്തിച്ചതായുള്ള തെളിവുകൾ കണ്ടെത്തുന്നു. അങ്ങനെ എന്ത് വില കൊടുത്തും ഇവരെ കണ്ടെത്തും എന്ന ഒരു ഉറപ്പിലേക്ക് ആ ജനത എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. കൊളംബിയൻ പ്രസിഡന്റ് ഈ പ്രത്യേക ഉദ്യമത്തിനായി 50-ലധികം സൈനികരെ ഒരു ഘട്ടത്തിന് ശേഷം കൂടുതലായി വിന്യസിക്കുന്നു. ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരെ ഈ സൈന്യത്തിനൊപ്പം ആവശ്യമായ സേവനങ്ങൾക്ക് വിന്യസിക്കുന്നു എന്നതൊക്കെയാണ് ഏറെ ശ്രദ്ധേയം. മറ്റൊന്ന്, ഈ കുട്ടികൾ ഈ 40 ദിവസം ഈ ചെറിയ കുട്ടികൾ കാടിനുള്ളിൽ എങ്ങനെ അതിജീവിച്ചു എന്ന ഒരു വലിയ ചോദ്യമാണ് ഉയരുന്നത്. അതിനൊരു കൃത്യമായ ഉത്തരം ഈ കുട്ടികളിൽ നിന്ന് തന്നെ വരും ദിവസം ലോകമറിയണമെങ്കിൽ കൂടിയും ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന വിവരപ്രകാരം പ്രാദേശിക ഗോത്രവർഗത്തിൽപ്പെട്ട കുടുംബമാണ് ഇവരുടേത്. മൂത്ത കുട്ടിക്ക് 13 വയസ്സ്. ഈ കുട്ടിക്ക് കാടിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണകളുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവരെ തെരച്ചിൽ നടത്താനായി വളരെ പ്രാഥമിക ഘട്ടത്തിൽ കൊളംബിയൻ സൈന്യം ചെയ്തത് ഈ കുട്ടികളുടെ മുത്തശ്ശിയും മുത്തശ്ശനും ഇപ്പോഴുമുണ്ട്. ആ മുത്തശ്ശിയുടെ ഗോത്ര ഭാഷയിൽ അധികം സഞ്ചരിക്കരുത്, കൂടുതൽ ദൂരം സഞ്ചരിക്കരുത് എന്ന തരത്തിൽ അവരുടെ ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്ത് പ്ലെയിനുകളിൽ ലൗഡ് സ്പീക്കറുകൾ ഘടിപ്പിച്ച് ഈ ആമസോൺ കാടുകളുടെ പല വശങ്ങളിലായി കേൾപ്പിച്ചു. ഇത്തരത്തിൽ സാധ്യമായ എല്ലാ മാർഗങ്ങൾക്കും ഒടുവിലാണ് ഈ കുട്ടികളിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയം. പ്ലെയിൻ ക്രാഷ് ലാൻഡ് ചെയ്തതിൽ നിന്ന് അധിക ദൂരം ഇവർ സഞ്ചരിച്ചിട്ടില്ല എങ്കിൽ കൂടിയും വളരെ അതിന് സമീപ പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ കുട്ടികളെ കണ്ടെത്തിയത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റൊന്ന്, ഈ 40 ദിവസം ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവരെങ്ങനെ അതിജീവിച്ചു എന്നതാണ്. അതിനൊക്കെ ഒരു കൃത്യമായ ഉത്തരം കുട്ടികളിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും കാടിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ഈ മൂത്ത കുട്ടി, 13 വയസ്സുള്ള ഈ കുട്ടി മറ്റു കുട്ടികൾക്ക്, സഹോദരങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു എന്നതാണ് ഏറെ ശ്രദ്ധേയം. കാണാതാകുമ്പോൾ ഏറ്റവും ഇളയ കുട്ടിക്ക് 11 മാസമായിരുന്നു. ഈ 40 ദിവസത്തിനിടെ ആ കുട്ടിക്ക് 1 വയസ്സ് തികയുന്നു. അത്തരത്തിൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വിസ്മയകരമായ രക്ഷാദൗത്യത്തിനും അതിലും ഏറെ അമ്പരപ്പിക്കുന്ന ഒരു അതിജീവനത്തിനുമാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചത്. ഏതായാലും കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. ഇവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. സ്വാഭാവികമായും 40 ദിവസം വെള്ളം ഉൾപ്പെടെ കൃത്യസമയത്ത് ലഭിക്കാത്തതിൻ്റെ നിർജ്ജലീകരണം അടക്കം ശരീരത്തിൽ ഉണ്ട്. പ്രാണികൾ കടിച്ചതിൻ്റെ ചെറിയ പരിക്കുകളുണ്ട്. എങ്കിൽ കൂടിയും അവരെ പ്രാഥമിക മെഡിക്കൽ പരിശോധനകൾക്ക് നിലവിൽ വിധേയരാക്കിയിരിക്കുകയാണ്. ഇതിനുശേഷം ഒരുപക്ഷെ മാനസിക നില, അവരുടെ 40 ദിവസം സ്വാഭാവികമായും കാടുകളിൽ കഴിയുമ്പോൾ കുട്ടികളുടെ മാനസിക കാര്യങ്ങളിൽ അടക്കം ചെറിയ മാറ്റങ്ങളുണ്ടാകാം. അതടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധന ഈ കുട്ടികൾക്ക് ലഭ്യമാക്കും. ഏതായാലും കൊളംബിയൻ പ്രസിഡന്റ് അടക്കം ഇന്ന് രാവിലെ ട്വീറ്റ് ചെയ്തത് ഇതൊരു മാജിക്കൽ ഡേ ആണ് ഈ രാജ്യത്തിന് എന്നാണ്. ഇതൊരു മാന്ത്രിക ദിനമാണ് കൊളംബിയയ്ക്ക് എന്ന് കൊളംബിയൻ പ്രസിഡന്റ് പറയുമ്പോൾ അതിലും അത്ഭുതത്തോടെയാണ് ലോകം ഈ രക്ഷാദൗത്യത്തെയും അതിലുമേറെ അമ്പരപ്പെടുത്തുന്ന ഈ 4 കുഞ്ഞുങ്ങളുടെ 40 ദിവസം നീണ്ട കാടിനുള്ളിൽ, അതായത് രക്ഷപ്പെടാൻ സാധ്യത വിദൂരമായ ഒരിടത്തു നിന്ന് ആ കുട്ടികൾ ലോകത്തിന് മുന്നിലേക്ക് തിരിച്ചു വരുന്നു എന്ന സത്യത്തിലേക്ക് ലോകം കണ്ണു തുറന്നതും. അക്ഷരാർത്ഥത്തിൽ കൊളംബിയൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തതുപോലെ ഒരു മാന്ത്രിക ദിനം തന്നെയാണ് കൊളംബിയയ്ക്കും ഒപ്പം ലോകത്തിനും ഇന്ന്. മാന്ത്രിക ദിനം തന്നെയാണ് കാർത്തിക്. പക്ഷേ അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് ആ ഒരു കുട്ടി 1 വയസ്സ്, മറ്റൊരു കുട്ടി 4 വയസ്സ്. ഈ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ 9 വയസ്സുള്ള കുട്ടിയും 13 വയസ്സുള്ള കുട്ടിയും ഈ 1 മാസത്തിലേറെ കാലം 40 ദിവസത്തോളം ആ കൊടുങ്കാടിൽ അതിജീവിച്ച ഒരു സാഹചര്യമാണ്. അത്ഭുതപ്പെടുത്തുന്നു എന്നതിനപ്പുറം അത് വിസ്മയിപ്പിക്കുന്നതാണ്. എങ്ങനെയായിരുന്നു ഈ പിഞ്ചു കുഞ്ഞിനെയൊക്കെ ഭക്ഷണം നൽകിയത് എന്നുള്ളതൊക്കെ എന്തെങ്കിലും ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ? കാര്യമായിട്ട് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും. സ്വാഭാവികമായും ആമസോൺ കാടുകളെക്കുറിച്ചുള്ള മറ്റൊരു പ്രത്യേകത നിറയെ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാട് കൂടിയാണ് എന്നതാണ്. പ്രാദേശിക ഗോത്രവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് കാടിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഒരുപക്ഷെ എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് ഈ കുട്ടിക്ക് കൊടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറുകളിൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ. എങ്കിൽ കൂടിയും ആദ്യഘട്ടത്തിൽ തന്നെ സൈന്യം നടത്തിയ തെരച്ചിലിൽ ആപ്പിൾ അടക്കമുള്ള ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടു. അതിന് തുടർന്നാണ് ഈ പരിശോധനകൾ ആ വഴിക്ക് നീങ്ങി. തുടർന്ന് ഒരു നദിക്കര, പിന്നെ ആ നദിയുടെ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചു. അങ്ങനെ ഈ സൈന്യം വലിയൊരു ദൗത്യമാണ് ഏറ്റെടുത്തത്. ഇത്തരത്തിൽ ഇവരിലേക്ക് എത്താനുള്ള വഴികൾ ഒരുപക്ഷെ നമുക്കെല്ലാം അവിശ്വസനീയമായ കാര്യമാണ് പുറത്തു വരുന്നത്. കാരണം എങ്ങനെ ഈ കുട്ടികളിലേക്ക് എത്തി എന്നതിൽ കൂടുതൽ വ്യക്തത വരും മണിക്കൂറുകളിൽ വരണം. ഈ കുട്ടി, അതായത് ഏറ്റവും ഇളയ കുട്ടി, കാട്ടിൽ വെച്ച് 1 വയസ്സ് പ്രായം, കാണാതായപ്പോൾ 11 മാസം, കാട്ടിൽ വെച്ച് 1 വയസ്സ് തികയുന്ന ഈ കുട്ടിക്കടക്കം ഈ 40 ദിവസം എങ്ങനെ അതിജീവിക്കാനായി എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും എൽദോ ഒരുപക്ഷെ ഒരു ത്രില്ലർ കഥകളെ വെല്ലുന്നതിന് സമാനമായ ഒരു സംഭവമാണ്
ഉണ്ടായിരിക്കുന്നത് നമുക്ക് അവിശ്വസനീയമാണ്. പക്ഷേ കൊളംബിയയിൽ അത് നടന്നിരിക്കുന്നു. എങ്ങനെ അവർ അതിജീവിച്ചു എന്ന് വരും ദിവസങ്ങളിലും വരും കാലങ്ങളിലും ആ കുട്ടികൾ തന്നെ ഒരുപക്ഷെ ലോകത്തോട് വിളിച്ച് പറയണം. ഉറപ്പായും ആ കുട്ടികളുടെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. കുട്ടികളുടെ മുത്തശ്ശൻ ഫിഡൻഷ്യോ വാലൻസിയ ഇപ്പോൾ ഒരു വാർത്താ മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ അല്ലെങ്കിൽ വിമാനം ആവശ്യമുണ്ട്. അതിനെ കാത്തിരിക്കുന്നു എന്നാണ്. കാർത്തിക്, ഇതിൽ എന്തെങ്കിലും വിവരം ലഭ്യമാണോ? ഈ വനത്തിനുള്ളിൽ നിന്നും കുട്ടികളെ കരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? വീട്ടിലേക്കോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്കോ അവരെ ശുശ്രൂഷിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതിനോടകം? എൽദോ, മറ്റൊന്ന്, ഈ സൈന്യം ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തുമ്പോൾ തന്നെ വലിയ തോതിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഈ കുട്ടികളുടെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. മുത്തശ്ശൻ ആ ഘട്ടം മുതൽ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, മൂത്ത കുട്ടിക്ക് 13 വയസ്സ്, ആ കുട്ടിക്ക് കാട് കൃത്യമായി അറിയാം, ഒരുപക്ഷെ അതിജീവനത്തിനുള്ള സാധ്യത ഉണ്ട്, ഞങ്ങളിപ്പോഴും അവർ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾ തെരച്ചിൽ തുടരണം എന്നാണ് അവർ സൈന്യത്തോട് ആവശ്യപ്പെട്ടതും. അവരുടെ വാക്കുകൾ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ തെരച്ചിൽ ആരംഭിച്ചത് എന്നതുമാണ് ഏറെ ശ്രദ്ധേയം. സ്വാഭാവികമായും 40 ദിവസത്തിനിപ്പുറം അവരെ കണ്ടെത്തുന്നു എന്ന് വാർത്ത ഒരുപക്ഷെ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു മുത്തശ്ശൻ അദ്ദേഹമായിരിക്കാം, ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയും അദ്ദേഹമായിരിക്കാം. അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഈ വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ചില അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. പരസ്പരം ആലിംഗനം ചെയ്ത് വീർപ്പുമുട്ടലോടെ കരയുന്ന ഒരു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും അവരുടെ ഇന്നത്തെ സന്തോഷത്തിന് അളവുകളില്ല. എങ്ങനെ ഈ ദിവസങ്ങൾ അവർ അഭിമുഖീകരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിലും കൂടുതൽ പ്രതികരണം വരേണ്ടതുണ്ട്. ഏതായാലും അവരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നും ഈ ഘട്ടത്തിലുള്ള, കാരണം ആരോഗ്യത്തോടെയാണ് ഈ 4 കുട്ടികളും തിരിച്ചു വന്നിരിക്കുന്നത്. അവർക്ക് കാര്യമായ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തന്നെ അവരെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് എത്തിച്ചേക്കാം. ഏതായാലും ഒരുപക്ഷെ മുത്തശ്ശൻ്റെ സ്വാഭാവിക വികാരമായിരിക്കാം കുട്ടികളെ ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ കാണണമെന്നത്. പക്ഷേ ഈ 40 ദിവസത്തെ അവരുടെ അതിജീവനം, അത് അവരിലുണ്ടാക്കിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ കുട്ടികളെ അവരുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് എത്തിക്കുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. VR കാർത്തികാണ് ഈ വല്ലാത്തൊരു അതിജീവനത്തിൻ്റെ കഥ വിവരിച്ചത്. ആമസോൺ കാടുകളിൽ 40 ദിവസം കുടുങ്ങിപ്പോയ 4 കുട്ടികൾ, അവരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. 40 ദിവസത്തെ അതിജീവനത്തിന് ശേഷം അവരെ ഇപ്പോൾ മറ്റ് ശുശ്രൂഷകൾക്കായി എത്തിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആ കുട്ടികളുടെ ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മറ്റ് ചില വാർത്തകളിലേക്ക്. SFI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. തിരുവനന്തപുരത്തു നിന്നുള്ള സംസ്ഥാന സമിതി അംഗം നിരഞ്ജന്റെ ലഹരി ഉപയോഗത്തിൽ നടപടിയെടുക്കാത്തതിൽ വിമർശനമുയർന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതിയെ ഏരിയ സെക്രട്ടറി ആക്കിയതിലും വിമർശനമുണ്ട്. കാട്ടാക്കട കോളേജിലെ ആൾമാറാട്ടത്തിൽ ജില്ലാ നേതാക്കൾക്കും പങ്കുണ്ടെന്നും സമ്മേളന ചർച്ചയിൽ ആരോപണമുയർന്നു. 26 വയസ്സുള്ള SK ആദർശിനെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആക്കിയതിലും ആക്ഷേപമുണ്ട്. ഇതോടെ സമ്മേളനത്തിൽ നേതാക്കൾ SSLC ബുക്കുമായി എത്താൻ CPM ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുകയാണ്. ഐശ്വര്യ, വലിയ വിമർശനമാണല്ലോ നേതൃത്വത്തിനെതിരെ ഉയരുന്നത് പല വിഷയങ്ങളിലായി. എന്തൊക്കെയാണ് പ്രധാനമായും ഈ സമ്മേളനത്തിലെ പ്രതിനിധികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ? എൽദോ, SFI ജില്ലാ സമ്മേളനത്തിന്റെ ചർച്ചയിലാണ് ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് സംസ്ഥാന സമിതി അംഗം കൂടിയായ നിരഞ്ജന്റെ ലഹരി ഉപയോഗത്തിനെതിരെ നടപടിയെടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ മദ്യപിച്ച് നൃത്തം ചെയ്ത ഗോകുൽ ഗോപിനാഥിനെതിരെയും ജോവിനെതിരെയും ഒക്കെ നടപടിയെടുത്ത നേതൃത്വം അത്തരത്തിൽ നടപടിയെടുത്തിരുന്നു. പക്ഷേ നിരഞ്ജന്റെ സംഭവത്തിൽ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് ഉയർന്നു വന്നത്. ഇത്തരത്തിൽ മദ്യപിക്കുന്ന ചിത്രം സഹിതം പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് നിരഞ്ജനെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ള ആരോപണം ഈ സമ്മേളനത്തിന്റെ ചർച്ചയിൽ ഉയർന്നു വന്നു. മറ്റൊന്ന്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ കൃത്യമായി SFIക്ക് വലിയ രീതിയിൽ അല്ലെങ്കിൽ SFIക്കെതിരെ വിമർശനം ഉയർന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ വിശാഖിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അല്ലെങ്കിൽ വിശാഖാണ് SFIയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയത്. നമുക്ക് തന്നെ അറിയാം, അത് ഒരുപക്ഷെ നേതൃത്വത്തിന്, അതായത് മറ്റു പലരുടെയും പിൻസീറ്റ് ഡ്രൈവിങ്ങിന് ഒടുവിലാണ് വിശാഖിനെ യൂണിയനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അത്തരത്തിൽ ഒരു ആൾമാറാട്ടം നടന്നത്. അതിന്റെ ഭാഗമായി അത് SFIക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്
ഇപ്പോൾ ഉയരുന്ന ഒരു വിമർശനം. ഒപ്പം മറ്റൊന്ന്, ആ സംഭവവുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കെതിരെയും നടപടി വേണം എന്നുള്ള ആവശ്യമാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്നത്. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസിലെ പ്രതിയെ ഏരിയ സെക്രട്ടറി ആക്കിയതിലും വിമർശനം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ജില്ലാ സെക്രട്ടറിയായ SK ആദർശിന് 26 വയസ്സ് കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് ആദർശ് പദവിയിൽ തുടരുന്നത് അല്ലെങ്കിൽ സ്ഥാനത്ത് തുടരുന്നത് എന്നുള്ള ചോദ്യമാണ്. ഒപ്പം തന്നെ ഈ ഡിഗ്രി പഠനത്തിനായി പലയിടത്തും ആദർശ് ചേർന്നെങ്കിലും അത് പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ +2 ആണ് ആദർശിന്റെ വിദ്യാഭ്യാസ യോഗ്യത. അത് അത്തരത്തിലൊരു പരിഹാസം കൂടി ഈ ചർച്ചയിൽ ഉയർന്നു വന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പ്രായം കവിഞ്ഞവരും ഇത്തരത്തിൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ, അതായത് പ്രായം മറച്ചുവെച്ച് പലരും കമ്മിറ്റികളിൽ എത്തുന്നത് തടയാൻ വേണ്ടി CPM ജില്ലാ കമ്മിറ്റി ഇടപെടുകയാണ്. അതായത് SSLC ബുക്കുമായി സമ്മേളനത്തിൽ എത്തിയാൽ മതി എന്നുള്ള ഒരു കാര്യമാണ് ഉന്നയിച്ചത്. ഇതിൽ തന്നെ ഈ ജില്ലയിൽ ഏരിയ സമ്മേളനങ്ങൾ നടന്നപ്പോൾ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരുന്നത് നെയ്യാറ്റിങ്കര, ആറ്റിങ്ങൽ കമ്മിറ്റികളിലായിരുന്നു. അന്ന് അവിടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് 1 മാസത്തിനുള്ളിൽ അവരെ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് കൃത്യമായ പരിശോധനയില്ലാതെ ഏരിയ സമ്മേളനങ്ങൾ നടത്തിയത് എന്നുള്ള ചോദ്യം ഈ ചർച്ചയിൽ ഉയർന്നു വന്നു. ജില്ലാ ഭാരവാഹികളുടെ വീഴ്ചയല്ലേ ഇങ്ങനെ സംഭവിച്ചതിന് കാരണം എന്നുള്ള ചോദ്യവും ഉയർന്നു. ഒപ്പം തന്നെ ആറ്റിങ്ങൽ ഭാരവാഹി ആനന്ദ് 2 വർഷമായി പഠിക്കാത്തത് കാരണമാണ് അന്ന് മാറ്റിയിരുന്നത്. ഒപ്പം നെയ്യാറ്റിങ്കര സെക്രട്ടറിയായിരുന്ന ആരോമല്ല യൂണിവേഴ്സിറ്റിയിലെ കുത്തുകേസിലെ 4ാം പ്രതി ആയതുകൊണ്ടാണ് മാറ്റി നിർത്തിയത്. അത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് പാർട്ടിക്ക് തുടർച്ചയായി വീഴ്ച സംഭവിക്കുന്നു എന്നുള്ള ചോദ്യവും ഉയർന്നു വന്നു. ശരി, ഐശ്വര്യ അനിലാണ് വിവരങ്ങൾ നൽകിയത്. വലിയ വിമർശനമാണ് ഈ സമ്മേളനത്തിലെ ചർച്ചയിൽ നേതൃത്വത്തിനെതിരെ ഉയർന്നത്. അത് പല വിഷയങ്ങളായി, ആൾമാറാട്ടം, ക്രിമിനൽ കേസ് പ്രതിയെ ഭാരവാഹിയാക്കുക, അങ്ങനെ വയസ്സ് സംബന്ധിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്ന ഒരു SFI ജില്ലാ സമ്മേളനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. വ്യാജരേഖ സർട്ടിഫിക്കറ്റ് കേസിന്റെ പശ്ചാത്തലത്തിൽ വിദ്യയുടെ PhD പ്രവേശനം കാലടി സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി അന്വേഷിക്കുന്നു. മഹാരാജാസ് കോളേജിലെ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ ആർഷോയുടെ പരാതിയിൽ ജില്ലാ ക്രൈംബ്രാഞ്ചും പരിശോധന തുടങ്ങി. അതേസമയം വിദ്യക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. കാസർഗോഡ് കരിന്തളം കോളേജിൽ വ്യാജ സർട്ടിഫിക്കറ്റിനൊപ്പം വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചു എന്ന് നീലേശ്വരം പോലീസ് കണ്ടെത്തി. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഈ കാലടി സർവകലാശാലയിലെ PhD പ്രവേശനം, അത് വിദ്യയുടെ ഈ അഡ്മിഷൻ സംബന്ധിച്ച് ചർച്ചകളുണ്ടായിരുന്നു, വിവാദമുണ്ടായിരുന്നു. അതിൽ എന്താണ് ഈ അന്വേഷണം എവിടെ വരെ എത്തി ഉപസമിതിയുടേത്? ഈ വിവാദങ്ങൾ വളരെ ശക്തമാകുന്നു. അതായത് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പലരും തന്നെ വിദ്യാർത്ഥി സംഘടന പ്രത്യക്ഷ സമരത്തിലേക്ക് KSU അടക്കം വന്നതോടുകൂടിയാണ് ഈ വിവാദങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കാനായിട്ട് കാലടി സർവകലാശാല തീരുമാനിക്കുന്നത്. ഇതനുസരിച്ചുകൊണ്ടാണ് ഒരു ഉപസമിതി ഇത് സംബന്ധിച്ചുകൊണ്ട് ചുമതലപ്പെടുത്തുകയും അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇതിൽ പ്രധാനമായും നിലനിൽക്കുന്നത് ഈ സംവരണ മാനദണ്ഡങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്നൊരു ആക്ഷേപമാണ് പ്രധാനമായിട്ട് തന്നെ നിലനിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ 10 പേർക്ക് മാത്രം ഇതിൽ PhD ഗവേഷണം സംബന്ധിച്ച് അവരെ അംഗങ്ങളാക്കാനായിട്ട് തീരുമാനിച്ചെടുക്കുന്നത്. പിന്നീട് അത് 15 അംഗസംഖ്യ ഉയർത്തുകയും ചെയ്തു. അതിൽ പോലും ഈ സംവരണ തത്വങ്ങൾ പാലിച്ചില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഈ അന്ന് ഉണ്ടായിരുന്ന വൈസ് ചാൻസലർ അദ്ദേഹം ഈ കാര്യങ്ങൾ തന്നെ നിഷേധിച്ചിട്ടുണ്ട്. കാരണം ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇതിൽ ഈ സംവരണം എന്ന കാര്യം, ഈ PhD പ്രവേശനം സംബന്ധിച്ച് ഇത്തരം ഗവേഷക കാര്യങ്ങളിലൊന്നും അത് ബാധകമല്ല, അത് നിർബന്ധമല്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹം പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്ന രീതിയിലേക്ക് ആരോപണവും ശക്തമാണ്. അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകുന്നതിന് ഉപസമിതി അടക്കം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അവരെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ആർഷോമിന്റെ ഞാൻ ആർഷോയുടെ കാര്യത്തിലേക്ക് എത്താം. അതിനു മുമ്പ് KV ബൈജുവിലേക്ക് പോകുന്നു. KV ബൈജു, ഈ വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ സംഭവങ്ങൾ അത് വിവാദമായതിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. കാസർഗോഡ് കരിന്തളം കോളേജിൽ ഈ വ്യാജ സർട്ടിഫിക്കറ്റിനൊപ്പം വ്യാജ സത്യവാങ്മൂലവും സമർപ്പിച്ചു എന്നാണ് നീലേശ്വരം പോലീസിന്റെ ഏറ്റവും ഒടുവിലുള്ള കണ്ടെത്തൽ. ഈ സംഭവത്തിൽ, ഈ കേസിൽ എന്തൊക്കെയാണ് ഇപ്പോൾ പോലീസിന്റെ നടപടിക്രമങ്ങൾ, എവിടെയായി, എന്തൊക്കെയാണ് പോലീസിന്റെ കണ്ടെത്തലുകളുള്ളത്?
എൽദോ, പ്രധാനമായും ഇന്ന് അഗളി പോലീസ് വിദ്യയുടെ വീട്ടിൽ പരിശോധനക്കായി എത്തുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. 12 മണിയോടുകൂടി CI ഉൾപ്പെടുന്ന ഒരു സംഘം വിദ്യയുടെ വീട്ടിലെത്തി പരിശോധന നടത്തും. തുടർന്ന് കരിന്തളം കോളേജിലും ഇവർ പരിശോധന നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം നീലേശ്വരം പോലീസുമായി കൂടിക്കാഴ്ച ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. എന്തായാലും എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ വ്യാജ സർട്ടിഫിക്കറ്റിനോടൊപ്പം വ്യാജ സത്യവാങ്മൂലവും ഇപ്പോൾ കോളേജിൽ നൽകിയ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നീലേശ്വരം പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഈ കേസിൽ ഏറെ നിർണായകമാകും. കാരണം ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കോപ്പിയാണ് ഈ വിദ്യ ഇവിടെ സമർപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള വ്യാജ സത്യവാങ്മൂലം ഈ കേസിൽ വലിയ നിർണായക തെളിവ് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും കൂടുതൽ നീലേശ്വരം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. വിദ്യയുടെ വീട്ടിൽ നീലേശ്വരം പോലീസ് എത്തിയപ്പോൾ ഒളിവിൽ പോയി എന്ന വിവരമാണ് കിട്ടുന്നത്. വിദ്യ സ്ഥലത്തില്ല, എവിടെ പോയെന്ന് അറിയില്ല എന്നാണ് വീട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും അറിയിച്ചതെന്നും പോലീസ് പറയുന്നുണ്ട്. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണം ഇത്തരത്തിൽ ഒരു ഭാഗത്ത് ഊർജിതമായി നടക്കുന്നുണ്ട്. ഏതായാലും വിദ്യ ഒളിവിലാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഒപ്പം അഗളി പോലീസിന്റെ അന്വേഷണം ഇതെല്ലാം ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഈ വരും ദിവസങ്ങളിലും ഇതിന്റെ അന്വേഷണം ഉണ്ടാവും. എന്തായാലും ഇന്ന് അഗളി പോലീസ് നടത്തുന്ന പരിശോധന നിർണായകമാണ്. ഇതിൽ അധ്യാപകരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഇന്ന് കോളേജ് അവധിയാണ്. പക്ഷേ ഇത്തരത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി അധ്യാപകർ കോളേജിൽ എത്തണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കോളേജ് ഇത്തരത്തിൽ സഹപ്രവർത്തകരെല്ലാം തന്നെ അധ്യാപകരെല്ലാം തന്നെ കോളേജിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും 12 മണിയോടുകൂടിയാണ് വിദ്യയുടെ തൃക്കരിപ്പൂരിലെ വീട്ടിൽ അഗളിയിലെ പോലീസ് സംഘം എത്തുക. അതിനുശേഷമായിരിക്കും കോളേജിൽ പരിശോധന നടത്തുക. എൽദോ, ഈ കോളേജിലെ പരിശോധന കഴിഞ്ഞ ദിവസവും നടത്തിയിരുന്നു മറ്റു കോളേജുകളിലും. ഒപ്പം തന്നെ ഈ പോലീസ് ഇനി ഏതൊക്കെ തെളിവെടുപ്പാണ് പൂർത്തിയാക്കാനുള്ളത്? ഈ വ്യാജ സർട്ടിഫിക്കറ്റിനൊപ്പം ഈ സത്യവാങ്മൂലത്തിലെയും ക്രമക്കേട് കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയാണോ അന്വേഷണ സംഘം? തീർച്ചയായും ഈ കോളേജിൽ വിദ്യ സമർപ്പിച്ച മുഴുവൻ രേഖകളും വിദ്യയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഇപ്പോൾ നീലേശ്വരം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇത് പ്രിൻസിപ്പൽ ഇൻചാർജ് ജെയ്സൺ തന്നെ ഇക്കാര്യം നമ്മോട് വ്യക്തമാക്കിയുണ്ടായി. എന്തായാലും കോളേജിൽ അഗളി പോലീസ് എത്തുന്നത് അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്താനാണ്. അതിനുശേഷം ഈ രേഖകൾ പരിശോധിക്കാനാണ് നീലേശ്വരം പോലീസിലെത്തുക. എന്തായാലും ഇതിൽ വിദ്യയുടെ മൊഴി കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളും പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും. എന്തായാലും വിദ്യ ഒളിവിൽ പോയ സാഹചര്യത്തിൽ ഏത് രീതിയിൽ ഈ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ ഇന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൈകിട്ടോടുകൂടി യോഗം ചേരുമെന്നാണ് അറിയിച്ചത്. എന്തായാലും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി P. ബാലകൃഷ്ണനാണ് അന്വേഷണ മേൽനോട്ടം. അതുപോലെ തന്നെ പ്രേം സദനാണ് ഇതിന്റെ അന്വേഷണ ചുമതലയുള്ളത്. ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും വിദ്യയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എൽദോ, ഈ മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ഒന്നുമില്ല. കാരണം മാധ്യമപ്രവർത്തകർ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും വിദ്യയുമായി കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പലപ്പോഴും വിദ്യ സംസാരിക്കാനുള്ള സാഹചര്യമൊക്കെയാണ്. പക്ഷേ വിദ്യയെ കാണാനില്ല എന്ന് പോലീസും പറയുന്നു, ഒളിവിലാണെന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിലും അന്വേഷണം വ്യാപിപ്പിക്കുന്നില്ലേ? എൽദോ, അത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നതായി നമുക്കറിവില്ല. ഏതായാലും പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടവർ പറഞ്ഞത് വിദ്യയുടെ വീട്ടിൽ തങ്ങൾ പോയിരുന്നു, പക്ഷേ വിദ്യ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ വളരെ ലാഘവത്തോടു കൂടിയാണ് പോലീസ് ഇക്കാര്യം തുടക്കത്തിൽ കൈകാര്യം ചെയ്തത്. എന്തായാലും പ്രാഥമികമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിനുശേഷം ഈ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ അത്തരം കടുത്ത നടപടികളിലേക്ക് കടക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ തുടക്കത്തിൽ വളരെ ലാഘവത്തോടു കൂടി തന്നെയാണ് കാസർകോട്ടും ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് നമുക്ക് വേണം മനസ്സിലാക്കാൻ. എന്തായാലും എല്ലാ രേഖകളും ഇപ്പോൾ നീലേശ്വരം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. കോളേജ് അധികൃതർ ഈ മുഴുവൻ രേഖകളും പോലീസിന് കൈമാറി എന്ന് പറയുമ്പോൾ എല്ലാ രേഖകളും നീലേശ്വരം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇതിൽ ഇനി പോലീസ് ഔദ്യോഗികമായി എന്ത് പറയുന്നു എന്നതാണ് ഏറെ പ്രധാനം. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇതിൽ പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ. KV ബൈജുവാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഈ മഹാരാജാസ് കോളേജിലെ ഈ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ ആർഷോയുടെ പരാതിയിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? എൽദോ, ഈ മാർക്ക് ലിസ്റ്റ് വിവാദം സംബന്ധിച്ച കാര്യത്തിൽ ഒരു പ്രത്യേക ടീമിനെ സിറ്റി പോലീസ് കമ്മീഷണർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. DGPക്ക് ആർഷോ നൽകിയ പരാതിയാണ്. തനിക്കെതിരെ ഒരു ഗൂഢാലോചന ആസൂത്രിതമായി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഈ രീതിയിലെ മാർക്ക് ലിസ്റ്റ് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ തന്റെ പേരുൾപ്പെടെ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നതിലുമെല്ലാം വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് ആർഷോ വാദിക്കുന്നത്. ഈ വാദങ്ങളെ അപ്പാടെ മഹാരാജാസ് കോളേജ് തള്ളിക്കളയുന്നുണ്ട്. പ്രിൻസിപ്പളും അടക്കമുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയൊരു ഗൂഢാലോചന നടന്നിട്ടില്ല. അത് മാത്രവുമല്ല, ആർഷോ ഈ
വകുപ്പ് മേധാവിക്കടക്കം എതിരെ നൽകിയ ചില പരാതികളുണ്ട്. ആ പരാതികളെയും മഹാരാജാസ് നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും DGPക്ക് നൽകിയ പരാതി സംബന്ധിച്ച് അതിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ക്രൈംബ്രാഞ്ച് ACP അദ്ദേഹം ആണ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആർഷോയുടെ അടക്കം ഇക്കാര്യത്തിൽ മൊഴി രേഖപ്പെടുത്തും. ആർഷോ നിലവിൽ എറണാകുളത്തില്ല, കൊച്ചിയിലില്ല. തിരിച്ച് കൊച്ചിയിലെത്തിയാലുള്ള 2 ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ മറ്റു നടപടികളിലേക്ക് അടക്കം കടക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. വിശദമായ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളിൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം വിദ്യയുടെ അന്വേഷണ സംഭവത്തിലും കൂടുതൽ വാർത്തകളിലേക്ക് എത്താൻ വേണ്ടി വിലക്ക് ശേഷം ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. കോൺഗ്രസ് വാർത്തയിലേക്ക് തന്നെയാണ്. കോൺഗ്രസ് പുനഃസംഘടനാ തർക്കം കോടതിയിലേക്ക്. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ നിയമനം ചോദ്യം ചെയ്ത് കോടതിയിൽ ഹർജി നൽകി. മാടായി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി AV സനൽകുമാറാണ് കോടതിയെ സമീപിച്ചത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, KPCC അധ്യക്ഷൻ K സുധാകരൻ തുടങ്ങിയവർക്കെതിരെയാണ് കേസ്. പുനഃസംഘടനയ്ക്കെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള ഗ്രൂപ്പ് നേതാക്കളുടെ നീക്കത്തെ അതേ നാണയത്തിൽ നേരിടാൻ ഒരുങ്ങുകയാണ് KPCC നേതൃത്വം. UDF കൺവീനർ MM ഹസൻ തന്നെ സംയുക്ത ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തതിലുള്ള അതൃപ്തി ദേശീയ നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം. അതേസമയം ഈ സമയത്ത് ഗ്രൂപ്പ് ഫ്രാക്ഷൻ ശരിയായില്ല എന്ന് K മുരളീധരൻ പറഞ്ഞു. അത് പറഞ്ഞ് ആരെയും തിരുത്താനില്ല. ഗ്രൂപ്പ് യോഗങ്ങൾ രൂക്ഷമായാൽ 2004 അവസ്ഥയുണ്ടാക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ഹൈക്കമാൻഡിനെ ആർക്കും സമീപിക്കാം, അതിൽ ആർക്കും അതിനെ തടയാൻ നിവൃത്തിയില്ല. ഹൈക്കമാൻഡിൽ ചെന്ന് പരാതി പറയാനുള്ള അവകാശം എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട്. പിന്നെ കോൺഗ്രസ്സിലൊരു കീഴ്വഴക്കുണ്ട്. എല്ലാം ഫൈനൽ അതോറിറ്റി എല്ലാ സന്ദർഭങ്ങളിലും പാർലമെന്ററി പാർട്ടി നേതാവും PCC പ്രസിഡന്റും ചേർന്നിട്ടാണ് ഫൈനലായിട്ടുള്ള തീരുമാനം അറിയിക്കാറ്. ഫ്രാക്ഷൻ യോഗം ചേർന്ന് ശരിയോ തെറ്റോ ഞാൻ പറയുന്നില്ല. കാരണം ഇന്നലെ ചേർന്ന് ഇവരൊക്കെ സീനിയർ നേതാക്കന്മാരാണ്. അതുകൊണ്ട് അവരെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തിയുടെ ഫലമായി 2004 ഉണ്ടായ അനുഭവം എല്ലാവർക്കും ഉണ്ട്, ഞാൻ ഉൾപ്പെടെ. ഞാൻ ബാക്കി ആരും ഞാൻ പറയുന്നില്ല, പിന്നെ ആർക്കും പരാതിയില്ലല്ലോ. അപ്പോൾ 2004 എന്തുണ്ടായി? ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടായി. പക്ഷേ അത് ആസ്വദിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല. 2024 ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാവും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കേരളത്തിന് കഴിയണം. അതിന് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകണം. ഡാൻ കുര്യനും ഒപ്പം വിനേഷുമാണ് ചേരുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ഇന്നലത്തെ ആ യോഗത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഡാൻ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമാകുന്നു. ഒരു ചർച്ചയ്ക്ക് ശ്രമിക്കുന്നു നേതൃത്വം, പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ അടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായതാണ് ഇന്നലെ തന്നെ. എന്താണ് ഇനിയുള്ള ഒരു സാഹചര്യം? ഈ ഹൈക്കമാൻഡിന് എന്ത് നിലപാടെടുക്കാനായിരിക്കും കഴിയുക സംസ്ഥാനത്തെ ഈ പ്രശ്നത്തെ ചൊല്ലി? കൃത്യമായി നമ്മൾ ഇന്നലെ ഈ വാർത്ത ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് KPCC അധ്യക്ഷൻ തന്നെ അനുരഞ്ജന ചർച്ചകളുടെ ഭാഗമായി AI ഗ്രൂപ്പുകളുടെ പ്രതിനിധികളായി UDF കൺവീനർ കൂടിയായ A ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവ് MM ഹസനെയും I ഗ്രൂപ്പിന്റെ തലപ്പത്ത് രമേശ് ചെന്നിത്തലയും, അദ്ദേഹം മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ്, ഇവരെ രണ്ടുപേരെയും വൈകിട്ട് തന്നെ KPCC ആസ്ഥാനത്തേക്ക് വിളിച്ച് ഇന്ദിരാഭവനിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തി. പക്ഷേ ആ ചർച്ചകളിൽ മഞ്ഞുരുക്കം ഉണ്ടായില്ല. ചർച്ച പരാജയപ്പെടുന്ന സാഹചര്യം, അതായത് ഗ്രൂപ്പുകൾ ഇപ്പോഴും അയവുള്ള ഒരു നിലപാടിലേക്ക് കടക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടില്ല. അവർ കൃത്യമായി VD സതീശനെ ടാർഗറ്റ് ചെയ്യുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് നേതൃത്വം നടപ്പിലാക്കുന്നത്. VD സതീശനിലൂടെ അത് കേരളത്തിൽ നടപ്പിലാക്കുകയാണ്. ആ ഗ്രൂപ്പ് നേതാക്കളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രേഖാമൂലം ദേശീയ നേതൃത്വത്തിന് പരാതി കൊടുക്കുക എന്ന തീരുമാനത്തിലേക്ക് ഗ്രൂപ്പ് നേതാക്കൾ എത്തിയിരിക്കുന്നത്. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് വെച്ച് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് KPCC നേതൃത്വം ഇത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതെങ്കിലും അത് അമ്പയെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ പോക്ക് സുഗമമായിരിക്കില്ല എന്ന് മനസ്സിലാക്കി ഗ്രൂപ്പ് നേതൃത്വം ഹൈക്കമാൻഡിനെ പരാതിയുമായി സമീപിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ ഇത്തരത്തിൽ നടന്ന ഒരു ഗ്രൂപ്പ് യോഗം, സംയുക്ത ഗ്രൂപ്പ് യോഗം, അത് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കുന്ന അലയൊലികൾ ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് KPCC നേതൃത്വം തന്നെ മുൻ KPCC അധ്യക്ഷനും പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കുന്നതിൽ മുൻപിൽ നിൽക്കേണ്ടതുമായ രമേശ് ചെന്നിത്തല തന്നെ ഇത്തരത്തിൽ വിഭാഗീയ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണെന്ന കാര്യം ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിക്കാനൊരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ UDFന്റെ കൺവീനർ കൂടിയായ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയുള്ള MM ഹസൻ ഈ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തതിലും കടുത്ത നീരസവും അതൃപ്തിയുമാണ് KPCC നേതൃത്വത്തിനുള്ളത്. ആ വിഷയം അവർ ഹൈക്കമാൻഡിനെ അറിയിക്കും. പിന്നീട് അങ്ങോട്ട് ഹൈക്കമാൻഡ് നേതൃത്വം പ്രാദേശിക പ്രശ്നങ്ങൾ തീർക്കുന്നതല്ല ഹൈക്കമാൻഡിന്റെ ജോലി എന്ന് പലതവണ നേതാക്കൾ ആവർത്തിക്കുമ്പോഴും
കൃത്യമായ ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലേക്ക് ഗ്രൂപ്പ് നേതാക്കളെ അടക്കം വിളിച്ചു വരുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനെ ഒരുപക്ഷെ കേരളത്തിലേക്ക് അയച്ച് നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനുള്ള സാഹചര്യം ഉരുത്തിരിയും. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നീക്കങ്ങളുടെ പിന്നിൽ DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടെങ്കിലും തങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് നേതൃത്വം സംയുക്തമായി നടത്തുന്ന സമ്മർദ്ദ തന്ത്രമാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഒരു പക്ഷേ ഭാഗികമായെങ്കിലും വിജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഈ ഒരു അവസ്ഥയിൽ പാർട്ടിയെ മുമ്പോട്ട് നയിക്കുക അത് നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയായി മാറും. ഗ്രൂപ്പുകൾ ഒറ്റതിരിഞ്ഞ് ഇവരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങിയാൽ അത് ഉൾപാർട്ടി പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയെങ്കിലും ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് ഭാഗികമായി വഴങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്ത സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്നത്. എൽദോ ഡാൻ, ഒന്നാമത് ഹൈക്കമാൻഡിന് മുന്നിൽ വലിയ വെല്ലുവിളികൾ കീറാമുട്ടികളായി മറ്റ് സംസ്ഥാനങ്ങളുണ്ട് ഇതിനോടകം തന്നെ. അപ്പോഴാണ് കേരളത്തിൽ നിന്നും ഇത്തരമൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ നേതൃത്വത്തിനൊപ്പം നിൽക്കണമോ അതോ ഗ്രൂപ്പുകളുടെ ഈ സമ്മർദ്ദത്തിന് വഴങ്ങണമോ എന്നുള്ള ഒരു ആലോചന ഉണ്ടാവില്ലേ? പിണക്കാനും കഴിയില്ല, അടുപ്പിക്കാനും കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ ആണ് എന്ത് സമവായത്തിലേക്ക് എത്തിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഈ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മാറി മറിയുകയാണ്. അതായത് കഴിഞ്ഞ 2 ദശാബ്ദത്തോളം ഏതാണ്ട് 10-17 വർഷത്തോളം കോൺഗ്രസിന്റെ അവസാന വാക്കെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായിരുന്നു. പക്ഷേ ആ അച്ചുതണ്ട് പൊളിഞ്ഞിരിക്കുന്നു. അവിടേക്ക് നിഷ്പക്ഷം എന്ന വിധത്തിൽ ഗ്രൂപ്പുകൾ ഇല്ലാത്ത നേതാക്കന്മാരുടെ കൂട്ടം എന്ന വിധത്തിൽ മറ്റൊരു ഗ്രൂപ്പ് ഉദയം ചെയ്തിരിക്കുകയാണ്. ആ ഗ്രൂപ്പിന്റെ തലപ്പത്ത് നിലവിൽ സംസ്ഥാനത്ത് നിന്ന് VD സതീശനും K സുധാകരനും ഒക്കെ ഉണ്ട് എങ്കിലും കൃത്യമായി അവരെ നയിക്കുന്നത് KC വേണുഗോപാലാണ് എന്ന കാര്യം അതും അത്തരത്തിൽ പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിന്റെ ആശീർവാദത്തോടെ VD സതീശന്റെ തീരുമാനങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു അടക്കം പറച്ചിലാണ് മുതിർന്ന നേതാക്കൾക്കിടയിലുള്ളത്. ആ പശ്ചാത്തലത്തിലാണ് ഇനി അങ്ങോട്ട് ഇങ്ങനെ പോയാൽ തങ്ങളുടെ നില പരിങ്ങലിലാകും എന്ന കൃത്യമായ വിലയിരുത്തലിൽ ഈ മുതിർന്ന നേതാക്കൾ ഇരു ഗ്രൂപ്പുകളുടെയും സംയുക്തമായി ഒറ്റക്കെട്ടായി ഈ അവസരത്തിൽ VD സതീശനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് ഇന്നലെ വളരെ രഹസ്യമായി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഇന്ദിരാഭവന് സമീപത്ത് വെച്ച് തന്നെ ഇത്തരത്തിലൊരു ഗ്രൂപ്പ് യോഗം ചേർന്ന് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയിലേക്ക് സമ്മർദ്ദ തന്ത്രവുമായി ഗ്രൂപ്പ് നേതൃത്വം കടന്നു വന്നിരിക്കുന്നതും. പക്ഷേ അച്ചടക്ക നടപടിയിലേക്ക് കടക്കുന്നതിന് പകരം KPCC അധ്യക്ഷൻ തന്നെ ഇത്തരം വിഷയങ്ങളിൽ കാർക്കശ്യത്തോടെ നിലപാടെടുക്കുന്ന K സുധാകരൻ തന്നെ അനുരഞ്ജന ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു എന്ന് പറയുന്നത് മുമ്പോട്ട് ഗ്രൂപ്പ് നേതൃത്വത്തെ പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക പാർട്ടി നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാകുമെന്ന കൃത്യമായ തിരിച്ചറിവിലാണ്. നമുക്കറിയാം 1 വർഷം മാത്രമാണുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. അത് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ DCC ഭാരവാഹികളുടെ പട്ടിക ഒപ്പം തന്നെ മണ്ഡലം ഭാരവാഹികളുടെ പട്ടികയൊക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതും ഇത്തരത്തിലൊരു ആദ്യഘട്ടത്തിലുണ്ടായ തരത്തിൽ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകുന്നതെന്ന ആക്ഷേപം ഇനിയും ഉണ്ടായാൽ അത് വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇരു ഗ്രൂപ്പുകളുടെയും തലമുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്താൻ ഇന്നലെ തന്നെ ഈ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ KPCC അധ്യക്ഷൻ തയ്യാറായിരിക്കുന്നത്. ആ നീക്കങ്ങളുടെ ഭാഗമായി അനുനയ ചർച്ചകൾ വീണ്ടും നടക്കും. ഇന്നലത്തെ ചർച്ച പരാജയപ്പെട്ടെങ്കിലും അത് അവസാനമായി കരുതാനാവില്ല. വീണ്ടും ചർച്ചകൾ നടക്കും. പക്ഷേ ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ എന്താവും, ഗ്രൂപ്പുകൾക്ക് അർഹമായ പ്രാതിനിധ്യം പുനഃസംഘടനയിൽ ഇനി അങ്ങോട്ട് ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷയോടെ കോൺഗ്രസ് പ്രവർത്തകർ ഉറ്റുനോക്കുന്നത്. എന്നാലും നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാമെന്ന ചർച്ചകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നാലും അതേസമയം ഈ ഗ്രൂപ്പ് ഫാക്ഷൻ അത് ശരിയായില്ല എന്ന് K മുരളീധരൻ രംഗത്തെത്തി എന്ന പരാമർശവുമായി ആരെയും തിരുത്താനില്ല. ഗ്രൂപ്പ് യോഗങ്ങൾ രൂക്ഷമായാൽ 2004 അവസ്ഥയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമാണ് മുരളീധരൻ നൽകുന്നത്. വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകുക. ഇതിന്റെ വിനേഷ്, കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് 2004 ഉദ്ധരിച്ച് മുരളീധരൻ നൽകുന്നു. മുരളീധരന്റെ ഒരു വാക്കുകളുടെ പൊരുൾ എന്തായിരുന്നു? എൽദോ, ഈ സമയത്ത് ഒരു ഗ്രൂപ്പ് ഫ്രാക്ഷന്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു നിലപാടാണ് മുരളീധരൻ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് 2004 ആവർത്തിക്കരുത്. കാരണം താൻ ഉൾപ്പെടെയുള്ളവർ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായതിന്റെ തിക്തഫലമായിരുന്നു യഥാർത്ഥത്തിൽ 2004 സംഭവിച്ചത്. അത് 2024 ആവർത്തിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് നോട്ടം നടത്തിയവരെ താൻ തള്ളി പറയുന്നില്ല, അല്ലെങ്കിൽ അവരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം താൻ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമായിരുന്നു ഒരു കാലത്ത് ഈ ഗ്രൂപ്പിന്റെ. അതുകൊണ്ട് അതേക്കുറിച്ച് പറയുന്നില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഹൈക്കമാൻഡ് എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡിന്റെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. പകരം ഇവിടെ കേരളത്തിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ കേരളത്തിൽ തന്നെ പരിഹരിക്കേണ്ടതുണ്ട്. ഹൈക്കമാൻഡിന് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഹൈക്കമാൻഡിനെ സമീപിക്കുന്ന ഒരു രീതി ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ബ്ലോക്കിലെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ അതിൽ ശരിയായില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചത്. മണ്ഡലം പുനഃസംഘടനയെങ്കിലും ഇനി വീഴ്ച ആവർത്തിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നും മുരളീധരൻ പറയുന്നുണ്ട്.
എന്തായാലും ഈ ഇങ്ങനെ അടുത്ത അതായത് 2004 ഭരണം എന്തായാലും കേരളത്തിന് ഭരണമാറ്റം കേരളത്തിന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 2024 കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാവും. അത് ആസ്വദിക്കാൻ കേരളത്തിന് കഴിയണമെങ്കിൽ കേരളത്തിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഫ്രാക്ഷനുകൾ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ്. ന്യൂസ് റൂമിൽ തുടരുകയാണ്. പുനലൂരിൽ തെരുവുനായ ആക്രമണം. സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ 17 പേർക്ക് കടിയേറ്റു. കടിയേറ്റവർക്ക് റാബീസ് കുത്തിവയ്പ് എടുക്കാൻ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വാക്സിൻ നൽകാനായില്ല. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. 5-ലേറെ പേരെ വാക്സിൻ എടുക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഞാൻ കട പൂട്ടി 6:30 അപ്പുറത്തെ ഗേറ്റ് പൂട്ടിയിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. പട്ടി ചാടി കയറിയെന്നല്ല ഈ സൈഡിൽ കയറി പിടിക്കുമോ? തോട്ടോടെ ടൈല് കട. കടയ്ക്കകത്ത് കയറി. ഞാനതിന് അതിനെ പൊക്കി കഴുത്ത് പിടിച്ചില്ലെങ്കിൽ ഇത് പറഞ്ഞു പോയാനെ. കടിയാണ്ട് വാരിയലിന്റെ അവിടെ അകത്ത് കയറി ഭയങ്കര വേദനയാണെന്നുള്ളത്. അതിനകത്തോട്ട് കയറിയിട്ടുണ്ടോന്ന് സംശയം. സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികളെയും അതുപോലെ തന്നെ വഴി യാത്രക്കാരെയും വാഹനത്തിൽ പോകുന്ന ആളുകളെ പോലും ഓടിച്ചിട്ട് കടിക്കുന്ന ഒരവസ്ഥയിലാണ് കൊല്ലൂരിലെ തെരുവുനായി ശല്യം. ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി പുനലൂരെ മുനിസിപ്പാലിറ്റി അധികൃതർ ഇത് മനസ്സിലാക്കി ഇതിനുള്ള ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. നിരവധി ആളുകളെയാണ് ഇപ്പോൾ പേപ്പട്ടി കടിച്ചിട്ടുള്ളത്. ശരിയായ രീതിയിൽ വാക്സിൻ ലഭ്യത ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിട്ടുന്നില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇടറോഡുകളിലും മറ്റു വഴികളിലും കൂട്ടമായി വൃദ്ധരായവരെയും ബൈക്ക് യാത്രക്കാർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കുട്ടികൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇവ കൂട്ടമായി ആക്രമിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. ഷാനോസ് ഡേവിഡ് ചേരുന്നു വിശദാംശങ്ങളുമായി. ഷാനോസ്, ഇത് ഏത് പ്രദേശത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്? എന്താണ് ഈ വാക്സിൻ കിട്ടാതിരിക്കാനുള്ള സാഹചര്യം അവിടെ? എന്തോ ഈ പുനലൂരിന്റെ വിവിധ സ്ഥലങ്ങളിൽ പേപ്പട്ടിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാനമായിട്ടും മാർക്കറ്റ് ജംഗ്ഷൻ, ചെമ്മന്തൂര്, MLA റോഡ് എന്നിവിടങ്ങളിലാണ് പേപ്പട്ടിയുടെ ആക്രമണം ഉണ്ടായത്. പട്ടണത്തിന്റെ വിവിധ മേഖലകളിൽ 100 കണക്കിന് നായ്ക്കൾ അലഞ്ഞു സാഹചര്യം കുറച്ചേറെ കാലമായിട്ടുണ്ട്. ഇതിനൊരു കൃത്യമായ നടപടി നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നൊരു ആക്ഷേപമാണ് പ്രധാനമായിട്ടും നിൽക്കുന്നത്. ഈ നായ്ക്കൾക്കിടയിൽ പേരിയ നായ്ക്കളുണ്ടോ എന്ന സംശയം കൂടി ഉണ്ട്. അതായത് ഒപ്പം ഈ പ്രതിരോധ വാക്സിൻ എടുക്കാൻ ചെന്ന ആളുകൾക്ക് അത് ലഭ്യമായിട്ടില്ല. 5 പേരോളം തിരുവനന്തപുരത്തേക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ കടിയേറ്റ് പ്രധാനമായിട്ടും ഐക്കരക്കട സ്വദേശി ശ്യാമ, തമിഴ്നാട് കല്ലൈക്കുറിശി സ്വദേശി ഭൂതത്താൻ, പശ്ചിമ ബംഗാൾ സ്വദേശി വിഷ്ണു, അഞ്ചൽ സ്വദേശി സുനിൽകുമാർ, എലിക്കാട്ടൂർ സ്വദേശി ഗീത തുടങ്ങിയവർക്കാണ് കടിയേറ്റിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഒരു കടയ്ക്കകത്തേക്ക് കയറി ഒരു കടയുടമയെ കൂടി ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായത് ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹത്തിന്റെ വാരിയലിന്റെ ഭാഗത്തായിട്ടാണ് കടിയേറ്റിരിക്കുന്നത്. ചിലർക്ക് കാൽമുട്ടിന് കടിയേറ്റിരിക്കുന്നു. അങ്ങനെ നിരവധി പേർക്ക് കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് എത്തിയവരെയാണ് 5 പേരെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും അടക്കം കടിയേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിക്കുന്നുണ്ട്. അവരൊക്കെയാണ് ഈ വിഷയം, ഈ വാക്സിൻ ഇല്ലാത്ത വിഷയം പ്രധാനമായും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. തെരുവുനായ്ക്കളുടെ ആക്രമണം നേരത്തെയും ഉണ്ടാകുന്ന സാഹചര്യം, പലതവണയായിട്ട് ഇവിടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമല്ല എന്നാണ് പുതിയ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ABC പദ്ധതി അടക്കം നടപ്പിലാക്കുമ്പോൾ മൃഗസ്നേഹികൾ കോടതിയെ സമീപിക്കുകയും അങ്ങനെ നഗരസഭാ സെക്രട്ടറിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഈ നടപടികൾ പലതും വൈകുകയും നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് KSRTC ഡിപ്പോയിലും ഇങ്ങനെ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് KSRTC ഡ്രൈവർക്ക് ഉൾപ്പെടെ 4 പേർക്ക് അന്ന് കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇന്നലെ സ്കൂൾ കുട്ടി അടക്കമുള്ള ആളുകൾക്കാണ് തെരുവുനായ ആക്രമണം നേരിടേണ്ടി വന്നത്. പുനലൂരിൽ എന്താണെങ്കിലും ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെരുവുനായ ആക്രമണം സംസ്ഥാനത്ത് പലയിടത്തുമായി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതിലൊരു ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അടിയന്തരമായി. പത്തനംതിട്ടയിൽ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപന്നി സീതത്തോട് മലങ്കര പള്ളിയുടെ ഓഡിറ്റോറിയത്തിലേക്ക് ഓടുകയായിരുന്നു. ഇതിനെ സീതത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. വനപാലകരുടെ സാന്നിധ്യത്തിൽ ആയിരുന്നു നടപടികൾ.